Hello, Namaskaram. Njan Harsha and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പീരിയഡ്സിന് ഉണ്ടാവുന്ന പെയിൻ അതിനെ കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസിനെ പറ്റിയിട്ടാണ്. പീരിയഡ്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പെയിൻ ലെവൽ, അതായത് നമുക്ക് ഈ പെയിൻ വരുന്നത് വർദ്ധിക്കും. അപ്പൊ ഈ വീഡിയോ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും കാണാം. ഹസ്ബൻഡ്സ് ഉണ്ടാവാം, ബ്രദേഴ്സ് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്കൂളില് കോളേജില് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് കൂടുതലും പെയിൻ കണ്ടുവരുന്നത്. ഈവൻ ലേഡീസിലും ഉണ്ട്. പക്ഷെ ഇത്രയും നമുക്ക് അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻ ആയിരിക്കത്തില്ല. നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന പെയിൻ ആയിരിക്കും നമുക്ക് ലേഡീസിനൊക്കെ വരുന്നത്. ചില കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, വേദന സഹിക്കാൻ വയ്യാണ്ട് ലീവ് എടുക്കുന്നു, അതുപോലെ തന്നെ തല കറങ്ങി വീഴുന്നു. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്, തല കറങ്ങി വീണ് ആകെപ്പാടെ ഛർദിലും ഭയങ്കര പ്രശ്നങ്ങളായിട്ടുള്ള കുട്ടികളും ഉണ്ട്. ശരിക്കും നമുക്ക് വേദന കൂടാനുള്ള ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ് ഇല്ലാണ്ടാവുന്നതും നമ്മുടെ പെയിൻ ലെവൽ കൂട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ട്, മെന്റൽ സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ തീർച്ചയായിട്ടും അത് ബാധിക്കും. അങ്ങനെ ആകുമ്പം നമ്മുടെ പീരിയഡ്സിന്റെ ആ ടൈമിൽ നമുക്ക് പെയിൻ കൂടാനുള്ള ചാൻസും ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പം ദേഹം അനങ്ങാത്ത ആൾക്കാർക്ക്, അതായത് നമ്മുടെ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ദേഹം അങ്ങനെ വല്ലാണ്ട് അനങ്ങില്ല. അവർ സ്കൂളിൽ പോകും, കോളേജിൽ പോകും, പഠിക്കും, വരും. വീട്ടിലാണെങ്കിലും വലിയ ഭാരിച്ച പണിയൊന്നും പേരൻസ് ഒന്നും ചെയ്യിപ്പിക്കില്ല. കാരണം അവർക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ ശരീരം ഒന്ന് ഇളകാതാവുമ്പോൾ നമുക്ക് പീരിയഡ്സിന്റെ ടൈമിൽ നമ്മുടെ ബോഡി ഒന്ന് ഇളകും. അതായത് നമ്മുടെ ഇന്റേണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തകിടം മറിയും. അപ്പോഴാണ് നമുക്ക് ഈ പെയിൻ ലെവൽ കൂടുന്നത്. അപ്പൊ ഈ വീഡിയോ ഞാൻ 3 ലെവലായിട്ടാണ് പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് പീരിയഡ്സിന് മുന്നേ എന്ത് ചെയ്യാം, പീരിയഡ്സിൽ ഡ്യൂറിങ് ദ പ്രോസസ് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ഡേറ്റ് എന്നാണെന്നുള്ളത്. ഇപ്പം എൻ്റെ ഡേറ്റ് ഒരു 17 ആണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് മന്ത് ഒരു 14-15 ആയിരിക്കും വരിക. ഒരു മാസം നമുക്ക് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ 3-4 കാര്യങ്ങൾ ചെയ്താൽ പീരിയഡ്സിന്റെ ടൈമിൽ നിങ്ങൾക്ക് പെയിൻ വളരെയധികം കുറവായിരിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. റെഗുലർലി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചുറ്റും പറമ്പാണെങ്കിൽ, ചുറ്റും സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒന്ന് നടക്കുക. ഫ്ലാറ്റിലാണ്, നിങ്ങൾ ഹൗസിംഗ് കോംപ്ലക്സിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജിം ഉണ്ടാവും, അവിടെ ജിം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഒരു യോഗ മാറ്റ് വാങ്ങിക്കേണ്ട ചെലവ് മാത്രമേ ഉള്ളൂ. യോഗ മാറ്റ് വാങ്ങിക്കുക, യോഗ ചെയ്യുക. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ടും യോഗ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. പീരിയഡ്സിന്റെ പെയിൻ കുറയ്ക്കാനായിട്ട് കുറെ യോഗാസനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. യൂട്യൂബിൽ നോക്കിയാലായാലും പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗയുടെ ഫുൾ ആപ്പ് കിട്ടും. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു 5 days എങ്കിലും യോഗ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ പെയിൻ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യാനുള്ളതാണ്. അത് ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് ആണ്. നമ്മുടെ ബ്ലഡ് കുറയുമ്പോൾ, അതായത് നമ്മുടെ HP ഹിമോഗ്ലോബിൻ ലെവൽ കുറയുമ്പോൾ നമുക്ക് പീരിയഡ്സിന്റെ പെയിൻ അസാധ്യമായിട്ടുണ്ടാവും. അപ്പം ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസിന്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം, ഞാൻ കാർട്ടിലിടാം. ഓക്കെ. അപ്പൊ ഈ ഒരു ജ്യൂസ് കുടിച്ചാലും ശരിക്കും ഒരു HP ഒക്കെ കുറവുള്ള ആൾക്കാർ ക്യാരറ്റ് ആൻഡ് ബീട്രൂട്ട് ജ്യൂസ് ശരിക്കും കുടിച്ചിരിക്കണം. രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പീരിയഡ്സിന്റെ ടൈമിൽ പെയിൻ നന്നായിട്ട് കുറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ പീരിയഡ്സിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് പറഞ്ഞു. ഇനി പീരിയഡ്സ് ആയി, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പെയിൻ, ഒരു വിധത്തിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഹോം റെമഡീസ് ചെയ്യും. ഫസ്റ്റ് ഹോം റെമഡി എന്ന് പറയുന്നത് എള്ളിന്റെ വെള്ളമാണ്. അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. അതിൽ ഒരു സ്പൂൺ നിങ്ങൾ എള്ളിടുക. കറുത്ത എള്ളോ വെള്ള എള്ളോ, കറുത്ത എള്ളായിരിക്കും കുറച്ചും കൂടി നല്ലത്.
അതിടുക. അതെന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊരു ഹാഫ് ഗ്ലാസ് വെള്ളമാക്കുക. ഈ വെള്ളം ഇളം ചൂടോടെ ലൈറ്റ് ചൂടായിട്ടിരിക്കണം, തിളപ്പിച്ച പാടേയും കുടിക്കരുത്. ലൈറ്റ് ചൂടോടെ തന്നെ ഈ വെള്ളം ഒരു 2-3 ടൈംസ് ഡെയിലി 4 ഡേയ്സ് നിങ്ങൾക്ക് പീരിയഡ്സിന് പെയിൻ ഉണ്ടെങ്കിൽ 4 ദിവസവും ഈ ഒരു വെള്ളം കുടിക്കുക ഇളം ചൂടോടുകൂടി. പീരിയഡ്സിന്റെ ആ ഒരു പെയിന് നല്ല റിലീഫും കിട്ടും. അപ്പം എള്ളിന്റെ വെള്ളം നല്ലൊരു ഹോം റെമഡിയാണ്. സെക്കൻഡ് റെമഡി എന്ന് പറയുന്നത് ഉലുവ വെള്ളമാണ്. നമ്മുടെ ആയുർവേദത്തിലും ഉലുവ എത്രത്തോളം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ 5-6 ഉലുവയുടെ മണി അതിടുക, നന്നായിട്ട് തിളപ്പിക്കുക. ആ വെള്ളം അങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ഒരു ഫുൾ ഡേയിൽ കുറച്ചായിട്ട് ഇത് കുടിക്കുക. കയ്പായിരിക്കും, പക്ഷെ ബിലീവ് മീ നല്ലൊരു ഹോം റെമഡിയാണ് ഈ ഉലുവ വെള്ളം കുടിക്കുന്നത്. തേർഡ് റെമഡിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അയമോദകമാണ്. അയമോദകം എടുക്കുക, അത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കുക. അത് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഇതിൻ്റെയൊക്കെ സത്ത് നന്നായിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങി വരണം. അത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അയമോദകത്തിന്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടപ്പെടാറില്ല. അപ്പൊ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേൻ അതും കൂടി 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞ് അത് നിങ്ങൾ ഫുൾ ഡേയിൽ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ പെയിൻ കുറവായിരിക്കും. അടുത്ത റെമഡിയിൽ നമ്മളൊരു ചായ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ചായയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കുടിക്കാനെന്തെങ്കിൽ ആ സമയത്ത്, അതായത് നമ്മുടെ പീരിയഡ്സിന്റെ ആ ടൈമിൽ നിങ്ങൾ ചായ നമ്മൾ റെഗുലർ ചായനെക്കാട്ടിലും കുറച്ചൊരു വ്യത്യസ്തമായിട്ട് തിളപ്പിച്ചു നോക്കുക. ഈ ചായയിൽ നിങ്ങൾ ചെറിയ കഷ്ണം നിങ്ങൾ അതിലേക്ക് ഇഞ്ചി ഇടുക, 1 കഷ്ണം ഏലക്ക ഇടുക, 1 കഷ്ണം ഗ്രാമ്പൂ ഇടുക, ഒരു 5-6 ഇല തുളസിയുടെ ഇടുക, ഫുള്ളായിട്ടുള്ള കുരുമുളക് അതും കൂടി ഇട്ടിട്ട് നോർമൽ നമ്മൾ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് കുടിക്കുക. പീരിയഡ്സിന്റെ പെയിൻ ശരിക്കും നന്നായിട്ട് കുറയുമെന്നുള്ളതാണ്. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മസാജാണ്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. ഏതെങ്കിലും വെളിച്ചെണ്ണയോ കടുകെണ്ണയോ എന്ത് ഓയിലാണെങ്കിലും അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങളുടെ നേവലില് ഒന്ന് പുരട്ടുക. വയറ്റിലൊക്കെ നന്നായിട്ട് ചെറിയ കൈ കൊണ്ടിട്ട് ഒന്ന് ഇളം കൈ കൊണ്ട്, അതായത് സോഫ്റ്റ്ലി ഒന്ന് ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്യുക. എന്നിട്ട് ആ മസാജ് ചെയ്യുമ്പോഴും നമ്മുടെ പെയിൻ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് റെമഡി എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പീരിയഡ്സിന്റെ പെയിൻ നിങ്ങൾക്ക് ശരിക്കും ഉണ്ടെങ്കിൽ ഒരിക്കലും തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട്. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ നന്നായിട്ട് റിലാക്സ്ഡ് ആവും. അങ്ങനെ മസിൽസ് ഒക്കെ നന്നായിട്ട് റിലാക്സ്ഡ് ആവുമ്പോൾ നമ്മുടെ പെയിനിന് നല്ല റിലീഫ് ആയിരിക്കും. പീരിയഡ്സിന്റെ ടൈമിൽ നമ്മൾ ഒട്ടും വെള്ളം കുടിക്കാണ്ടാവുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പൊ ആ ഡീഹൈഡ്രേഷനിൽ നമുക്ക് പെയിൻ ഒരുപാട് കൂടും. പീരിയഡ്സിന്റെ ടൈമിൽ ധാരാളം വെള്ളം കുടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പീരിയഡ്സിന് മുന്നേ എന്ത് ചെയ്യണം, ഡ്യൂറിങ് ദ പെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഇനി എന്താണ് ചെയ്യേണ്ടാത്തത്? പുളിയുള്ള സാധനങ്ങൾ ഒന്നും കഴിക്കരുത്. തൈര്, അച്ചാറ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പുളിയുള്ള ഐറ്റംസ് ഒക്കെ എന്താണോ ഉള്ളത് അതൊന്നും നിങ്ങൾ കഴിക്കരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ആ ഒരു പീരിയഡ്സിന്റെ പ്രോസസ്സിലും നല്ലതല്ല. ആൻഡ് പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ നന്നായിട്ട് കൂട്ടുകയും ചെയ്യും. എനിക്ക് അനുഭവം ഉള്ളതാണ്. സെക്കൻഡ്, ഫ്രൈഡ് ഫുഡ്, ജങ്ക് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. 4-5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ നിങ്ങൾക്ക് പെയിൻ ഉണ്ട്, നിങ്ങൾ പീരിയഡ്സിന്റെ ആ ടൈമിലാണെങ്കിൽ നിങ്ങൾ ഈ 2-3 കാര്യങ്ങൾ, ഈ ഫ്രൈഡ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നെക്സ്റ്റ്, നിങ്ങൾ തണുത്ത സാധനങ്ങളൊന്നും കഴിക്കരുത്. തണുത്തതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രിഡ്ജിലെ ഐറ്റംസ് ആയിരിക്കും. അല്ല, എല്ലാത്തിനും ഓരോ ടെമ്പറേച്ചർ ഉണ്ടാവും. നമ്മുടെ ചോറ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബേസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തണുത്തതാണ്. അപ്പം ചോറ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഐസ്ക്രീം, തണുത്ത വെള്ളം അതൊക്കെ എന്തായാലും വേണ്ട. തണുത്ത സാധനങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന കൂട്ടും. അപ്പം തണുത്തത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം. വാട്ടർ ബാഗ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വയറിൽ വേദന എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല റിലീഫായിരിക്കും. നിങ്ങൾക്ക് രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ വേണമെങ്കിൽ അതൊന്ന് വെച്ച് കിടന്ന് ഉറങ്ങാം. അതല്ല അപ്പോഴൊക്കെ വേദനയുണ്ടോ അപ്പോഴൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ ബാഗ് ഇല്ലെങ്കിൽ ഒരു ടവൽ എടുക്കുക, ചൂടുവെള്ളത്തിൽ മുക്കുക, അതൊക്കെ വയറ്റിലൊന്ന്
നമ്മൾക്ക് പെയിൻ ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് ഒപ്പിക്കഴിഞ്ഞാൽ നല്ല റിലാക്സേഷൻ ആയിരിക്കും, നല്ലൊരു റിലീഫും ആയിരിക്കും. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ പീരിയഡ്സിന്റെ പെയിൻ ടൈമിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും പീരിയഡ്സിന്റെ പെയിൻ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ശരിക്കും എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളും ആയിരിക്കും ആൻഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും എന്തായാലും പരീക്ഷിച്ച് നോക്കുക. ഇത്രയും റെമഡീസ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പീരിയഡ്സിന്റെ പെയിൻ ശരിക്കും ഇല്ലാണ്ടാവും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.